செத்துப்போன சிங்கத்தின் தோலை போர்த்தி கொண்டு காட்டுக்கு ராஜா நான் தான் என்று நீங்கள் கதையடித்துக் கொண்டிருக்கிறீர்கள். நாடாளுமன்றத்தின் நுழைவாசலில் தேசத்தந்தை காந்தியின் சிலை இருந்தது. நாடாளுமன்றத்தின் முன்புறம் அண்ணல் அம்பேத்கரின் சிலை இருந்தது. இன்றைக்கு அவைகளெல்லாம் காணவில்லை. ஆனால் சாணக்கியரையும் சாவர்காரையும் செங்கோலையும் நாடாளுமன்றத்துக்குள்ளே வைத்திருக்கிறீர்கள். உங்களால் எது அழிக்கப்பட நினைக்கிறதோ அதை உயர்த்தி பிடிப்பதற்குத்தான் மக்கள் எங்களுக்கு വാക്களித்திருக்கிறார்கள். ചത്തുപോയ സിംഹത്തിന്റെ തോലണിഞ്ഞ് കാട്ടിലെ രാജാവ് ഞാനാണെന്ന് നിങ്ങൾ കഥയടിച്ചു വിടുകയാണ്. പാർലമെന്റിന്റെ കവാടത്തിൽ നിന്ന് അംബേദ്കറിന്റെയും ഗാന്ധിയുടെയും ശിലകൾ നിങ്ങൾ എടുത്തു കളഞ്ഞു. പകരം ചാണക്യനെയും സവർക്കറെയും ചെങ്കോലിനെയും നിങ്ങൾ സഭയ്ക്കുള്ളിൽ പ്രതിഷ്ഠിച്ചു. ഇത്തവണ ഞങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്തിനെന്നറിയാമോ? നിങ്ങൾ എന്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത് സംരക്ഷിക്കാനാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തത്. സു വെങ്കിടേശൻ മധുരയിൽ നിന്ന് തുടർച്ചയായി 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട CPM MP. ലോക്സഭയിലേക്കുള്ള 2ാം വരവിലെ ആദ്യ അധ്യായമാകുന്നതേയുള്ളൂ. വിമർശന ശരങ്ങളുടെ പെരുമ്പറ തീർക്കുകയാണ് സാഹിത്യകാരൻ കൂടിയായ സു വെങ്കിടേശൻ. രാഷ്ട്രീയവും സാഹിത്യവും പരസ്പര പൂരകമാണ്. ഞാൻ ചിലപ്പോൾ രാഷ്ട്രീയത്തിലൂടെയും മറ്റു ചിലപ്പോൾ സാഹിത്യത്തിലൂടെയും സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പറയും. 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സു വെങ്കിടേശൻ പറഞ്ഞതാണ് ഇങ്ങനെ: കഴിഞ്ഞ 34 വർഷമായി CPMന്റെ സജീവ പ്രവർത്തകൻ, തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗവും പുരോഗമന എഴുത്തുകാരുടെ സംഘടനയായ മുർപോക്ക് എഴുത്താളർ കലൈഞ്ചർ സംഘം ചെയർമാനുമാണ് വെങ്കിടേശൻ. മധുരയുടെ 600 വർഷത്തെ ചരിത്രം പറയുന്ന ആദ്യ നോവലായ കാവൽക്കോട്ടം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. പിന്നീട് സംവിധായകൻ വസന്ത ബാലൻ ഇതൊരു സിനിമയാക്കി, അരവാൻ. ഇതുകൂടാതെ 4 കവിതാ സമാഹാരങ്ങൾ, 16 ലേഖന സമാഹാരങ്ങൾ. ആദ്യ നോവലായ കാവൽക്കോട്ടയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വിശദമായ ചരിത്രവും പ്രതിപാദിക്കുന്നുണ്ട്. അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുൻപ് മധുരയിൽ 22,000 ഹെക്ടർ ഭൂമിയിലായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്. എന്നാൽ അണക്കെട്ടിന് ശേഷം അത് 1.25 ലക്ഷം ഹെക്ടറായി വ്യാപിച്ചു. മുല്ലപ്പെരിയാർ തമിഴ്നാട്ടിലെ 6 ജില്ലകളുടെ ജീവനാഡിയായി. പ്രശ്നപരിഹാരത്തിനായി അണക്കെട്ട് ഉൾപ്പെടുന്ന പ്രദേശം തമിഴ്നാട്ടിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ അണക്കെട്ട് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക എന്ന പരിഹാര മാർഗമായിരുന്നു വെങ്കിടേശൻ പുസ്തകത്തിൽ മുന്നോട്ട് വെച്ചത്. എഴുത്തിലും സാംസ്കാരിക രാഷ്ട്രീയത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തന ശൈലിയല്ല വെങ്കിടേശന്റേത്. CPMന് ശക്തമായ സംഘടനാ അടിത്തറയുള്ള മധുരയിലെ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായി. ഇത് 2ാം തവണയാണ് വെങ്കിടേശൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2019 ആദ്യ അംഗം. അണ്ണാ-DMKയുടെ VVR രാജ് സത്യനെ 1,39,395 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ DMKയുടെ പിന്തുണയോടെ തോൽപ്പിച്ചു. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ജനകീയ പ്രശ്നങ്ങളിലും പ്രക്ഷോഭങ്ങളിലും സജീവ സാന്നിധ്യമായി. വെങ്കിടേശന്റെ അസാമാന്യ വാക്ചാതുരി ജനശ്രദ്ധ പിടിച്ചുപറ്റി. CPMന്റെ മുഖമായി അദ്ദേഹം മാറി. ഏറെ വിവാദമായ മധുരയിലെ കീഴാടി ഖനന വിഷയത്തിൽ ശ്രദ്ധേയമായ ഇടപെടലുകളാണ് വെങ്കിടേശൻ നടത്തിയത്. ദക്ഷിണേന്ത്യയിലെ ജനങ്ങളെ ഹണ്ടർ ഗാദറേഴ്സ് അഥവാ പിറുക്കി തീനികളായി കണ്ട വരേണ്യ ഇന്ത്യൻ ചരിത്രമെഴുത്തിനെ ഖണ്ഡിക്കുന്നതായിരുന്നു കീഴാടി ഉത്ഖനനം വെളിവാക്കിയ പുരാവസ്തു അവശിഷ്ടങ്ങളും ലിഖിത രേഖകളും. വൈഗാ നദിയുടെ തീരത്ത് സംഘകാലത്ത് തമിഴ്നാട്ടിൽ ഒരു വികസിച്ച നാഗരികത നിലനിന്നിരുന്നുവെന്നതിന് ആയിരക്കണക്കിന് തെളിവുകളാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ക്രിസ്തുവിന് മുമ്പ് 6ാം നൂറ്റാണ്ടിൽ, അതായത് 2600 വർഷങ്ങൾക്ക് മുൻപ് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന നാഗരികതകളെക്കുറിച്ച് തെളിവുകൾ കീഴാടിയിൽ നിന്ന് കണ്ടെത്തി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസമില്ലായിരുന്നു. അവർക്ക് കൃഷിയില്ലായിരുന്നു. ആസൂത്രണം ചെയ്ത നഗരങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും ഇല്ലായിരുന്നു. ഭരണകൂടമില്ലായിരുന്നു. ഒക്കെയും സിന്ധു തീരത്ത് വികസിച്ച നാഗരികതയിൽ നിന്ന് കൈമാറി കിട്ടിയതാണെന്ന വാദത്തെ കീഴ്മേൽ മറിക്കുന്ന തെളിവുരേഖകൾ. എന്നാൽ ഖനനവേളയിലുടനീളം കേന്ദ്ര സർക്കാർ അതിനെ നിരുത്സാഹപ്പെടുത്താനും നിർത്തിവെക്കാനുമുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയത്. 2ാം ഘട്ട ഉത്ഖനനത്തിന് ശേഷം സൂപ്രണ്ട് ആർക്കിയോളജിസ്റ്റായ K. അമർനാഥ് രാമകൃഷ്ണനെയും മറ്റ് 26 ഉദ്യോഗസ്ഥരെയും രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം മാറ്റി. ഫണ്ട് തടഞ്ഞു. തൊഴിലാളികളെ വെട്ടിക്കുറച്ചു. ഖനന മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവിടാതെയായി. തമിഴ്നാട് സർക്കാരും DMKയും വലിയ പ്രതിരോധം തീർത്തു. മധുരയിൽ വെങ്കിടേശന്റെ നേതൃത്വത്തിൽ CPM ഈ ചരിത്ര നിഷേധത്തിനെതിരെ നിരന്തരം ക്യാമ്പയിനുകളും സെമിനാറുകളും സിംപോസിയങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചു. ഖനനം തടയാൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും ചരിത്രത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന BJPയുടെ പ്രത്യയശാസ്ത്രമാണ് ഉത്ഖനനത്തെ എതിർക്കുന്നതെന്നും വെങ്കിടേശൻ പാർലമെന്റിൽ ആഞ്ഞടിച്ചു. പൊതുവേദികളിലും നാട്ടുകൂട്ടങ്ങളിലും അദ്ദേഹം ആവർത്തിച്ചു: നമ്മുടെ അറിവ്, നമ്മുടെ കற்பനെ അളവെല്ലാം മികക്കുറുകിയത്. തമിഴനിൻ കാലമറവ് പയനത്തിൽ നാം എത്തിപ്പിടിക്ക മുടിയാതെ എല്ലൈകളെ അവൻ നീണ്ടകാലം ഉരുവാക്കി വൈത്തിരിക്കാൻ. என்பதை தான்
கீழடி மீண்டும் மீண்டும் நமக்கு சொல்கிறது. கீழடியை குறித்து பேசுவதற்கான பொருளும் பேச வேண்டிய தேவையும் ஒவ்வொரு നാളും അധികരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നത്. അത് കുറയവില്ല. കീഴാടി ഉത്ഖനനം തുടരാനും അതിനെ ദേശീയ ശ്രദ്ധയിൽ നിലനിർത്താനും അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചരിത്ര ശേഷിപ്പുകളുടെ പ്രാധാന്യം അക്കാദമിക് സാംസ്കാരിക പഠനരംഗങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാനും സു വെങ്കിടേശൻ വലിയ പങ്കുവഹിച്ചു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തുമായി നിരവധി പ്രതിഷേധങ്ങൾ. മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി തനിക്ക് ഹിന്ദിയിൽ അയച്ച മറുപടി കത്തിന് ഇംഗ്ലീഷ് തർജ്ജമ ആവശ്യപ്പെട്ടു. തമിഴ്നാടും കേന്ദ്രവും തമ്മിലുള്ള ആശയവിനിമയം ഇംഗ്ലീഷിൽ മാത്രമായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിച്ചു. ഗാന്ധി സമാധാന പുരസ്കാരത്തിനുള്ള ശുപാർശകൾ ആവശ്യപ്പെട്ട് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം MP-മാർക്ക് ഹിന്ദിയിൽ കത്തയച്ചപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമ ആവശ്യപ്പെട്ട് കത്ത് മടക്കി അയച്ചു. ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവമാണെന്നും അതിനു പിന്നിലെ ഗൂഢരാഷ്ട്രീയവും മറുപടി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഉദ്ഭവത്തെയും പരിണാമത്തെയും പറ്റി പഠിക്കാൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രൂപീകരിച്ച 16-അംഗ സമിതിയിൽ ദക്ഷിണേന്ത്യൻ പ്രാതിനിധ്യം ഇല്ലാത്തതിനെ രൂക്ഷമായി വിമർശിച്ചു. കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരില്ല, ദളിത് ന്യൂനപക്ഷ പ്രാതിനിധ്യമില്ല എന്ന് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ വെങ്കിടേശൻ വിമർശിച്ചു. ഏകപക്ഷീയമായി തിരഞ്ഞെടുത്ത കമ്മിറ്റി പിരിച്ചുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സത്യത്തെ അഭിമുഖീകരിക്കാൻ BJPക്ക് ഭയമുള്ളതുകൊണ്ടാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ നടത്താതിരുന്നത്. CAA വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിയാണ്. അത് BJPയുടെ വർഗീയ അജണ്ടയാണ്, കൃത്യമായ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അങ്ങനെ അവസരം കിട്ടുമ്പോഴെല്ലാം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വെങ്കിടേശൻ സഭയിൽ തുറന്നുകാട്ടി. 2022 മെയ് മാസത്തിൽ വെങ്കിടേശൻ തന്റെ മണ്ഡലത്തിൽ മീറ്റ് ദി പീപ്പിൾ എന്ന 14 മാസം നീണ്ടുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. മണ്ഡലത്തിലുടനീളം ക്യാമ്പ് ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിരുന്നു പരിപാടി. പട്ടയം, പെൻഷനുമായി ബന്ധപ്പെട്ട പരാതികൾ, തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രശ്നങ്ങൾ, വീട്, ഗതാഗത സൗകര്യങ്ങൾ എന്നിവ ആവശ്യപ്പെട്ടുള്ള നിവേദനങ്ങളിൽ അപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു. മീറ്റ് ദ പീപ്പിൾ ഒരു വിജയമായിരുന്നു. മണ്ഡലത്തിൽ മറ്റൊരു ജനകീയ പരിപാടി കൂടി അദ്ദേഹം സംഘടിപ്പിച്ചു. മധുരയിലെ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികൾക്കായി വായ്പാമേള. മധുരയിൽ മാത്രം 130 കോടി രൂപ വായ്പയായി വിതരണം ചെയ്തു. ഇത്തരം ജനകീയ ഇടപെടലുകളിലൂടെ മധുരയിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു വെങ്കിടേശൻ. 2024 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മധുരയിൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന് CPM-ന് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വെങ്കിടേശന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് കമൽ ഹസനും ഉദയനിധി സ്റ്റാലിനും അടക്കമുള്ള പ്രമുഖർ മധുരയിലെത്തി. ഇന്ത്യയിലേയെ இப்படி தான் செய்த விஷயங்களை பட்டியல் போடும் அளவுக்கு வேலை செய்த MP-க்கள் யாரும் இருப்பதாக எனக்கு தெரியவில்லை. ഫ്ലെക്സ് ബോർഡുകളിൽ സ്റ്റാലിനും രാഹുലിനും മധ്യത്തിൽ സു വെങ്കിടേശൻ. മധുരയുടെ കാവൽ കോട്ടയായി ഇത്തവണയും അദ്ദേഹത്തെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തു. 2.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ രാമ ശ്രീനിവാസനെ പരാജയപ്പെടുത്തി. ഭരണഘടനയേന്തി സത്യപ്രതിജ്ഞ. 18-ാം ലോക്സഭയിലേക്കുള്ള 2ാം വരവ്. ஆளுங்கட்சியினுடைய 64 MP-க்களினுடைய பதவியை பறித்திருக்கிறது. இன்னும் சொல்ல போனால் உங்களது கார்ப்பரேட் நண்பர்கள் கட்டமைத்த எக்ஸிட் போல் கற்பனைகளை தகர்த்திருக்கிறது. இன்னும் சொல்ல போனால் தெய்வ குழந்தை சொன்ன பல கதைகளை மக்கள் பொய்யென നിരൂപിച്ചിരിക്കുകയാர்கள். ഭരണകക്ഷിയിൽ 64 MP-മാർ കുറഞ്ഞിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ചങ്ങാതിമാരുടെ എക്സിറ്റ് പോളുകൾ തകർന്നു പോയിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവപുത്രൻ പറഞ്ഞ പല കഥകളും നുണയാണെന്ന് ജനങ്ങൾ തെളിയിച്ചു. അവർക്കത് ബോധ്യപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം സഭയിൽ പ്രതിപക്ഷം ഉണ്ടാകില്ല, അവർ ഇരിക്കുന്നത് സന്ദർശക ഗ്യാലറിയിലായിരിക്കുമെന്നാണ് 17-ാം ലോക്സഭയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. എന്നാൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം 2 മണിക്കൂർ അദ്ദേഹം ഇരുന്നു കേൾക്കും വിധം ഇന്ത്യ വിധിയെഴുതി.